ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു മിനി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും. എൻ്റെ അമ്മച്ചി അപ്പുറത്തിരുന്ന് ഉറങ്ങുവാണ്, അതുകൊണ്ടാണ് ഒത്തിരി സൗണ്ടിൽ ഞാൻ സംസാരിക്കാത്തത്. ഇന്ന് ഞാൻ എൻ്റെ ഒരു പുതിയൊരു സംഭവം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നാട്ടിലെ നിങ്ങൾക്കറിയാം, എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എനിക്ക് കോഴി വളർത്തലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ തുടങ്ങിയൊരു സംഭവമായിരുന്നു ഇത്, മീൻ വളർത്തൽ. അതും ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അതിനൊത്ത മീൻസ് സ്ഥലവും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയായി മീൻ വളർത്തലുവേ. അങ്ങനെ ഞങ്ങളും തുടങ്ങിയൊരു സംഭവമാണിത്. ഇതിപ്പോൾ നമ്മൾ മീനുകളെ ഇട്ടിട്ട് 6 മാസമായി ഏകദേശം. ഇപ്പോൾ പിടിക്കാനായിട്ടുണ്ട്. അപ്പം അപ്പോൾ അതിന് മുന്നേ ഇതിപ്പോൾ അവരിന്ന് ഈ മീനെ ഒന്ന് പിടിച്ച് നോക്കാമെന്നും പറഞ്ഞ് അച്ചാച്ചി അമ്മച്ചിയും പിള്ളേരും കൂടെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കാരണം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ മുറ്റത്ത് ചെയ്തൊരിതാണ്. നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മൾ ചെയ്തൊരു കുളവാണ്. കാരണം നിങ്ങൾക്ക് കട്ടകൾ വെറുതെ ഞങ്ങൾ വെച്ചിട്ടേ ഉള്ളൂ. ടെമ്പററി ആയിട്ട് നമ്മൾ ചെയ്തൊരു കുളവാണിത്. അപ്പം ഒരുപാട് പൈസ മുടക്കിയൊന്നും നമ്മൾ ചെയ്തതല്ല, നമ്മൾ പണിക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല. ഹസ്ബൻഡ് തന്നെ, പുള്ളിക്കാരൻ തന്നെ ചെയ്തൊരു പണിയാണിത്. അപ്പം 3 വരി കട്ടയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 വരി വെച്ച ശേഷം എന്താ പറയുന്നത്, നിലത്ത് നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് നിരന്നായിരിക്കുമല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് നിലത്ത് നമ്മൾ ആദ്യം ഈ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ നമ്മുടെ ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ GSM പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച്, കട്ടിയുള്ള ഷീറ്റുണ്ടല്ലോ മീൻകുളത്തിൽ വിരിക്കുന്ന ആ ഷീറ്റ് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഷീറ്റിന് എനിക്ക് തോന്നുന്നു അറൗണ്ട് 3000 രൂപയോളം ആയിട്ടുണ്ട്. വലിയൊരു കുളമായത്. അത്യാവശ്യം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയത്തില്ല. അത്യാവശ്യം വലിയൊരു കുളമാണ്. അപ്പം GSM ഷീറ്റ് വിരിച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ഒരു വരിക്കാട്ടയും കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഒരു ഫിൽറ്റർ എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, 1500 രൂപ. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ മാറ്റാനായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് നട്ടർ എന്ന് പറഞ്ഞൊരു മീനാണ്. അപ്പോൾ നമ്മൾ 100 മീനെയാണ് ഇട്ടേക്കുന്നത്. ഒരു മീൻ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് വിരലിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു മീൻ നമ്മൾ ഇതിനകത്ത് ഇട്ടത്. ഒരു മീനിന് വരുന്നത് അന്ന് ഞങ്ങൾ മേടിച്ചപ്പോൾ 100 മീനെ മേടിച്ചതിന് 1000 രൂപ. അപ്പോൾ ഒരു മീന് 10 രൂപ കണക്കിൽ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇട്ട സമയത്തൊരു 5-8 മീൻ ചത്തുപോയി. പക്ഷെ ബാക്കി എല്ലാ മീനുകളും അതിനകത്തുണ്ട്. കാരണം ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇത് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ ഈ കട്ട മേടിച്ച എല്ലാം ഇതിനും കൂടി ഒരു മൊത്തത്തിൽ ആദ്യത്തെ ഒരു പൈസ എന്ന് പറഞ്ഞാൽ 10-10000 രൂപ ഷീറ്റിൻ്റെ എല്ലാം കൂടെ, മീനിൻ്റെ എല്ലാം കൂടെ ഒരു 10000 രൂപ നമ്മൾ ഇതിനു വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പണിക്കൂലിയൊന്നും പുറത്ത് പോയിട്ടില്ല. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ. അപ്പം ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് താല്പര്യമുള്ളവർക്ക് മാത്രം, എന്നെപ്പോലെ. കാരണം എന്നെ സംബന്ധിച്ച്, എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി താല്പര്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഈ പ്രവാസ ജീവിതമെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് നമ്മളിരിക്കുന്നൊരു സമയമുണ്ടല്ലോ, എനിക്കിനി മുന്നോട്ട് ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ല. എനിക്കറിയത്തില്ല മുന്നോട്ട് നമ്മുടെ ഫ്യൂച്ചർ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോരോ നമ്മൾ നാട്ടിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ ഓരോരോ സംഭവങ്ങൾ ചെറുതായിട്ട് കാരണം നാട്ടിൽ ചെന്ന് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങി വെച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ എൻ്റെ പേരൻസ് എല്ലാം നോക്കിക്കോളും. ഇപ്പം അങ്ങനെ നമ്മൾ ചെയ്തൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ 5-6 മാസം ആദ്യമായിട്ടാണ് അവർ മീനെ പിടിക്കുന്നത്. അവർ മീനെ പിടിച്ച് നോക്കിയതാണിത്. അവർ 5 പേരുണ്ട്, 5 മീനെ അവർ പിടിച്ചു. അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള മീനിനെ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇട്ടേക്കുന്നത്. ഇനി ഒരുപാടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചാൽ മതിയല്ലോ. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ കൊടുക്കാം എന്നുള്ള രീതിക്കുമാണ്. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും ഒരു ആഘോഷമായി. ഒരാൾ എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചാണ്. അപ്പം ഇവന് പേടിയാണ് എന്നെ പിടിക്കാൻ, അത് കടിക്കുമെന്നുള്ള പേടിയാണ്. പക്ഷേ എൻ്റെ ഒരു പേടിയില്ല. അവർ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഈ മുകളിൽ വിരിച്ചേക്കുന്ന വല എന്തോ താത്തി അങ്ങനെയൊക്കെയാണ് അവർ പിടിച്ചേക്കുന്നത്. എന്തായാലും അവർ 5 മീനെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമായി. എന്തൊക്കെയായാലും ഒത്തിരി സന്തോഷമാണ് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ എല്ലാവർക്കും ആർക്കായാലും അത് വല്ലാത്തൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ എന്തൊക്കെയായാലും ഇതും ഞാൻ പറയുന്നത് ഇതും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു വീട്ടമ്മയ്ക്കാണേലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കാണേലും നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അധികം പൈസയോ കാര്യങ്ങളോ ഒന്നും നമുക്കിതിലേക്ക് മുടക്കണ്ട. നമ്മളെന്തായാലും ഇത് മുറ്റത്തുനിന്ന് മാറ്റും. ഇത് മുറ്റത്തായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനിയിപ്പോൾ നമുക്കത് മുറ്റത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു കുളം വേറെ നമ്മൾ പറമ്പിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് മീനെ വളർത്തണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ 2 നേരം തീറ്റ കൊടുക്കും. തീറ്റയ്ക്കാണ് ഒരു വിലയൊന്നുമില്ല. 100 രൂപയുടെ തീറ്റ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊടുക്കാനുള്ളതുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറയുന്ന ഒരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കാതെ തന്നെ നമുക്ക് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.